ഹലോ, മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായിട്ട് മഴയൊക്കെ അല്ലേ, അപ്പോൾ വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾക്ക് പൊതുവേ മഴയത്ത് ഇങ്ങനെ പുറത്തു പോകുന്നൊന്നും വലിയ താല്പര്യമില്ലാത്ത കൂട്ടരാണ്. മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് വീട്ടിൽ പിന്നെ നമ്മുടെ ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് ടീമാണ് ഞങ്ങളുടെ. അതാണ് ഞങ്ങളുടെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ, സന്തോഷമല്ലേ? അപ്പം ഞങ്ങൾ അങ്ങനെ ഇരുന്ന് കുറേ ദിവസം അടുത്തപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകണം എന്നുണ്ടെങ്കിൽ വലിയൊരു ചടങ്ങാട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ ചിന്തിച്ചാലും ഞങ്ങൾ ചിലപ്പം വേണ്ടാന്നൊക്കെ വെക്കും. അങ്ങനെ ഈ കഴിഞ്ഞ സൺഡേ ആണ് ഞങ്ങൾ പുറത്തേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നത്. സാറ്റർഡേ ഞങ്ങൾ തീരുമാനിച്ചിട്ട് സൺഡേ പോകാന്നുള്ള ഇതിലായി. അതെ, അപ്പൊ പതിവ് പോകാറുള്ളത് ഒന്നുകിൽ ഫോറം മാള് പോവും, അല്ലെങ്കിൽ സെൻട്രൽ സ്ക്വയർ മാള് പോവും, അതല്ലെങ്കിൽ ശോഭ മാള് തൃശ്ശൂർ പോവും. പക്ഷെ ഇത്തവണ എന്തോ തോന്നി അമ്പലത്തിലും കൂടി ഒന്ന് പോകാമെന്ന്, വടക്കുംനാഥൻ ക്ഷേത്രത്തിലൊന്ന് പോകാലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ തൃശ്ശൂർ ഓപ്റ്റ് ചെയ്ത്. അങ്ങനെ അതിനുവേണ്ടി ഞങ്ങൾ കാലത്തെ തന്നെ ഇറങ്ങി. അമ്പലത്തിലൊക്കെ ഒന്ന് പോകണ്ടതല്ലേ, അപ്പൊ കാലത്തെ തന്നെ ഇറങ്ങി. 9:15 ഇറങ്ങി അല്ലേ? അതിന് മുന്നേ ഇറങ്ങിയെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വടക്കുംനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പോയിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. അവിടുത്തെ അവിടുത്തെ വൈബും ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു നമുക്ക് ഇമോഷൻസിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു നല്ലൊരു ഇത് കിട്ടും നമുക്ക്. അവിടെ ക്ഷേത്രത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തുള്ള ആൽമരവും എല്ലാം കൂടി നല്ല രസമാണ്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ കമ്മലൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ചേട്ടനുണ്ട്. സാധാരണയുള്ള ചേട്ടനല്ല ഇപ്പം ഉള്ളത്. അവിടെ പോയിട്ട് ഞാൻ നോക്കും, അവിടെ ബ്ലാക്ക് മെറ്റൽസിന്റെ ഒക്കെ നമ്മൾ നോക്കും. അപ്പം സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും എനിക്കിഷ്ടം ഇവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിക്കുന്നതാണ്. ഞാൻ ഇങ്ങനെ ഇപ്പൊ ഇട്ടിരിക്കുന്നത് പോലും എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് തന്നെ വാങ്ങിയതാന്ന് തോന്നുന്നു. എല്ലാ തവണ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും വാങ്ങാറുണ്ട്. നല്ല കളക്ഷനാണ്, അത്യാവശ്യം നല്ല കളക്ഷനാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ശോഭ സിറ്റി മോളിലേക്കാണ്. അറിയാലോ, ശോഭ സിറ്റി മോളിൽ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അവിടെ അത്യാവശ്യം നല്ല ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ വലിയ ലെവലിലല്ല കേട്ടോ, കോമ്പാക്ട് മാളാണ്, എല്ലാം ആക്സസിബിൾ ആണ്. നമുക്ക് അപ്രോച്ചബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോ നമുക്ക് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഫോറം മാളോ അല്ലെങ്കിൽ ലുലു ഒക്കെ പോലെ അത്രയും വിശാലമായി വലിയ ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനെയല്ല. എന്നാൽ പോലും ആവശ്യത്തിന് നമുക്ക് എല്ലാം അവിടെ അവൈലബിൾ ആണ് അല്ലേ. ഒരു പ്രത്യേക വൈബ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് കോർട്ടാണ് അല്ലേ. നമ്മൾ നേരെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 11:45 എത്തിയത്. അപ്പോഴാണ് ഞങ്ങളുടെ കണ്ണിൽ ഈ ഒരു ഐറ്റം ഉടക്കിയത്. അതായത് പൊട്ടറ്റോ നമ്മൾ കണ്ടിട്ടുണ്ട്, കുറെ റീൽസിൽ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് നേരിട്ടൊക്കെ എവിടേക്കോ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കഴിക്കാനുള്ളൊരു തോന്നൽ തോന്നിയില്ല. പക്ഷെ ഇന്ന് എന്താണോ, വിശപ്പിന്റെ വിളിയാണോ അല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കുന്ന രീതി കണ്ടിട്ടാണോ എന്ന് അറിയില്ല, ഞങ്ങൾ അങ്ങ് ഒരെണ്ണം വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ നോക്കി. അങ്ങനെ ഞങ്ങൾ വാങ്ങിയത് പെരിയുടെ ആയിരുന്നു. കുറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അവിടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. നമ്മളും വാങ്ങി. അതിനകത്ത് ഒരു മയണൈസും ഒക്കെ ചെയ്തിട്ട് അവർ ഇതുപോലെ നമുക്ക് തരാം. നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പം പൊറ്ററ്റോസ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്യണം. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇനി എന്തായാലും വാങ്ങിക്കും, കാരണം ഞാനാണ് ഇതിനകത്ത് കൊതിച്ചി. അപ്പോൾ ഫസ്റ്റ് ട്രൈ ഔട്ട് ചെയ്തത് ഞാൻ തന്നെയാണ്. ചൂടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പൊതുവേ എനിക്ക് ഇഷ്ടമാണ് പൊട്ടറ്റോസ്, ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ആ ഒരു ക്രിസ്പിനെസ് അല്ല കേട്ടോ ഇതിനകത്ത്. ഇത് നല്ല ജ്യൂസിയാണ്, കുറച്ച് ടെൻഡർ ആണ് അല്ലേ. അപ്പൊ ആ മയോണൈസും ആ ഒരു പെരിയുടെ ആ ഒരു ഇതൊക്കെ വരുമ്പം നമുക്ക് മൊത്തത്തിൽ നല്ലൊരു ടേസ്റ്റ് വരും. നന്നായിട്ട് ഇഷ്ടപ്പെടും നമുക്ക്. ലക്ഷ്മി കഷ്ടപ്പെട്ട് കണ്ടില്ലേ, ചൂട് ഇത്രയും കൂടിയിട്ടും അതെങ്ങനെയെങ്കിലും വയലാത്താൻ നോക്കണം. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒതുങ്ങി ഒരിടത്ത് പോയിരുന്ന്. ഇനി നാട്ടുകാർ മുഴുവൻ കാണണ്ടല്ലോ, ഞങ്ങളുടെ ഒരു ഈ കഴിക്കുന്ന ഒരു രീതി ഒന്നും കാണണ്ടല്ലോ. ഇതിപ്പോ എന്തായാലും ചുണ്ടിലൊക്കെ ആവും. നമ്മളത് നോക്കിയിരുന്നിട്ട് കാലം ഇടയ്ക്ക് ഞാൻ ചോദിക്കേണ്ട ചുണ്ടിലായോ എന്നൊക്കെ. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഈ ഫുഡ് കോർട്ടിലേക്ക് വന്നേക്കാണ്. ഫുഡ് കോർട്ടിൽ അത്യാവശ്യം നല്ല കാര്യങ്ങളുണ്ടല്ലേ, വെറൈറ്റി ഫുഡ് അവൈലബിൾ ആണ്. പക്ഷെ ഞങ്ങൾ സാധാരണ ഇവിടുന്ന് കഴിക്കാറുള്ളത് ചൈനീസ് ഓപ്ഷൻ ആണ്. ബിക്കോസ് ഇവിടുന്ന് ചൈനീസ് ഓപ്ഷൻ കഴിച്ചിട്ടാണ് എനിക്ക് തലവേദന ഒന്നും വരാറില്ല. സാധാരണ എനിക്ക് ഞാൻ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എവിടുന്ന് ചൈനീസ് കഴിച്ചാൽ എനിക്ക് പിറ്റേ ദിവസം തലവേദന ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാലും എല്ലാ ഷോപ്പുകളും ഞങ്ങൾ നോക്കി. അതായത് എല്ലാ ഐറ്റംസും നമുക്ക് അവിടെ കിട്ടും. സീ ഫുഡ് ഉണ്ട്, അതായത് ഇപ്പൊ ചട്ടിച്ചോറ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ടുള്ളത്, കിഴിയിലുള്ള സംഭവങ്ങൾ, കിഴി പൊറോട്ട, ബീഫ്, ഷാപ്പിലെ ഫുഡുകൾ, അതുപോലെ തന്നെ എല്ലാം ബിരിയാണീസ് ആണെങ്കിൽ പല ടൈപ്പ് ഹൈദരാബാദി ബിരിയാണീസ്, നമ്മുടെ നാട്ടിലെ ബിരിയാണികൾ, അതുപോലെ തന്നെ പിസ്സ ഹട്ട്, അതെല്ലാം ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഞങ്ങളിപ്പം ഷെങ്കായി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്താണ്. ഓക്കെ,
അവിടെ നിന്നാണ് നമ്മൾ വാങ്ങാറുള്ളത്. അപ്പം നമ്മൾ ഈ ആദ്യം കാണിച്ചില്ലേ ആ 2 റൈസിന്റെ കോമ്പിനേഷനുള്ള, അതാണ് ഇതുവരെ വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു ആ ചിക്കൻ ഒക്കെയുള്ള നൂഡിൽസിന്റെ ബദലായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, റൈസ് ഓപ്റ്റ് ചെയ്തു. ഞങ്ങൾ നൂഡിൽസിന്റെ വലിയൊരു ഫാനൊന്നും അല്ല, ചിക്കൻ പ്ലാറ്റർ ആണ്. അതെ, അത് ഫുള്ള് ചിക്കൻ ഐറ്റംസ് ആണ് ഉള്ളത്. ചിക്കൻ ലോലിപോപ്പ് ഉണ്ട്, പിന്നെ വിങ്സ് ഉണ്ട്, പിന്നെ വേറെ 2 ഐറ്റംസ്, അതായത് നീളത്തിൽ മുറിച്ചിരിക്കുന്ന ചിക്കൻ, അതുപോലെ തന്നെ ഉരുണ്ടയായിട്ടുള്ള ചിക്കൻ, എന്താണ് അതിന്റെ പേരെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇതായിരുന്നു അത്. പിന്നെ ഡിഫറെന്റ് സോസുകളാണ് കേട്ടോ, ചൈനീസ് സോസുകളാണ്. ഈ പറഞ്ഞ പോലെ സോസ് യൂസ് ചെയ്തിട്ട് എനിക്കും വന്നിട്ടില്ല മൈഗ്രെയിൻ. അവിടെ നിന്ന് കഴിച്ചിട്ട് ടച്ച് വുഡ് ഏട്ടനും ഇതുപോലെ തന്നെ വന്നിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് അത് തന്നെ ഓപ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ എരിവൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒരു ഫലൂടയും വാങ്ങി അകത്താക്കി. എന്താന്ന് അറിഞ്ഞുകൂടെ, ഞങ്ങൾക്ക് വിശപ്പ് ഇപ്രാവശ്യം മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഓരോന്നോരോന്നൊക്കെ വാങ്ങിച്ചത്. പിന്നെ ഇവിടെ വരുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ, മാളിൽ വരുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ കുറെ നടക്കും, ഒരുപാട് അങ്ങ് നടക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ നടന്നെത്തിയ സ്ഥലമാണ്, എനിക്കറിയില്ല മംസോ ആണോ മമ്മൂസോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് അറിയില്ല. ലുലുല് കണ്ടിട്ടില്ലേ മിൻസോ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലത്തെ ഒരു ഐറ്റം ആണിത്. ചൈനീസ് ഐറ്റംസ് ആണ് ഇവിടെ കൂടുതൽ. അപ്പം ആ പാവക്കുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് വിയേർഡ് ആയിട്ടാ തോന്നി. ഒരു തരത്തിലുള്ള ക്യൂട്ട്നെസ്സും ഇല്ലാത്ത കുറെ ഈ അനബല ടൈപ്പ് ഓഫ് ആൾക്കാരാണത്. പക്ഷെ ഇത്തരം ഡോൾസുകൾ കണ്ടപ്പോൾ ലക്ഷ്മിയിലെ മാടമ്പിള്ളിയിലെ മനോരോഗി പുറത്തിറങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതിപ്പം എവിടെയൊക്കെ പോയിട്ടുണ്ടോ എല്ലായിടത്തും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതാക്കും. എന്താ പറയാ, എനിക്കൊന്ന് തൊട്ടും പിടിച്ചൊക്കെ ഇരിക്കണം. എൻ്റെ കുറെ ഉണ്ട് താനും. ഇപ്പൊ കുറെ പൊടി പിടിച്ചിരിക്കുവാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഡോളെന്ന് പറയുന്നത് നമ്മുടെ പോപ്പിയാണ്. അതെ, അങ്ങനെ അതൊക്കെ ഒന്ന് കുറച്ച് ചുറ്റിത്തിരിഞ്ഞ് കറങ്ങി ഞങ്ങൾ കുറച്ചങ്ങ് നടന്നു. അവിടെയൊക്കെ കുറെ കാണാനൊക്കെ ഉണ്ടല്ലോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറ്റം ഇറക്കമൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇത്തവണ പോയപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിക്കണം എന്ന് കരുതിയിട്ട് കയറിയതാണ്. സ്ലീപ്പ് കമ്പനി എന്ന് പറയുന്ന ഒരു ഷോറൂമിൽ കയറിയാണ്. അവിടെ മാട്രസുകളും അതുപോലെ തന്നെ ഒരു ചെയറും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. റിക്ലൈനർ. കാരണം വേറൊന്നും അല്ല, നമ്മൾ ഈ ഏത് നേരവും ഈ വീട്ടിലാണല്ലോ നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് ആ കംഫർട്ടായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് വായിക്കാനാണെങ്കിലും ഏട്ടന വർക്ക് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ റിക്ലൈനർ ആവശ്യമാണ്. അതിനേക്കാളും വേണ്ട കാര്യം ബെഡ് ഒന്ന് ചേഞ്ച് ചെയ്യണം വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേക്കുറിച്ച് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ ടൈപ്പ് ആണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് കയറിയത്. അപ്പൊ ഈ ഒരു ഷോപ്പിലെ, അതായത് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് മിസ്റ്റർ വിഷ്ണു പറയാതെ വയ്യ നന്നായിട്ട് നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. ഓരോ ബെഡിലെ ആ ഇന്റർസെക്ഷനിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രൈസ് റേഞ്ച് എന്താണ്, അതിന്റെ പ്രത്യേകത, ഇപ്പൊ ബാക്ക് പെയിൻ ഉള്ളവർക്കാണെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാത്തവർക്കാണെങ്കിൽ അല്ലെങ്കിൽ തണുപ്പ് കൂടുതൽ വേണം, അങ്ങനെ എല്ലാം ഇതാക്കി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഉടനെ തന്നെ വാങ്ങുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ വീട്ടിലേക്ക് ഒരു ഫർണിച്ചർ വാങ്ങുക പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ നമ്മൾ ഒരുപാട് നോക്കണം അല്ലെ. നമ്മളിപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട് പണിത സമയത്തുള്ള ഐറ്റംസ് ആണ്. പക്ഷെ എന്നാലും പുള്ളിക്കാരൻ അത് ഇപ്പൊ വാങ്ങുന്നില്ലെങ്കിൽ പോലും ആ കസ്റ്റമർ സർവീസ് എക്സലന്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ച് ഒക്കെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ ഓൾറെഡി കൺവേ ചെയ്തായിരുന്നു, ഞങ്ങൾ ഇതിപ്പോ വന്നു നോക്കി എന്നൊന്ന് വിചാരിച്ച് ഇന്നോ നാളെയോ വാങ്ങിക്കാനൊന്നും പോകുന്നില്ല. അതറിഞ്ഞ് തന്നെയാണ് വിഷ്ണു നന്നായിട്ട് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തത്. നല്ല എന്താ പറയാ, നമ്മൾ പറയാൻ ഉള്ള ഒരു കസ്റ്റമർ സർവീസ് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമുക്ക് ഏതായാലും ഒരു ചെരുപ്പ് വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ ശോഭമാളിൽ എപ്പോൾ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള എക്സിബിഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത്തവണയും ഉണ്ടായിരുന്നു അതുപോലെ. അപ്പോൾ അവിടെ ഒരു ഫാമിലിയെ മീറ്റ് ചെയ്തു. അവർ തന്നെ കോതമംഗലത്ത് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളവരാണ്. അപ്പോൾ അവിടുന്ന് ഒരു പെയർ ചെരുപ്പ് ലക്ഷ്മിക്ക് വാങ്ങി. അതായത് ഞാൻ എപ്പോഴും കംഫർട്ട് നോക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് നല്ല സ്പോഞ്ച് പോലത്തെ ആ ഒരു ഇത് കിട്ടണം, ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടണം. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിയത് ഹണിയാണ്. അതെ, അത് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഹണി. അതും അവര് അതായത് അവര് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കപ്പിളാണ് കേട്ടോ. ഡോക്ടർ ആണ് ഒരാള്. അതിനകത്ത് ആ ലേഡി ഡോക്ടറാണ്, ഒരാൾ ടെക്കിയാണ്. ഒരാൾ ടെക്കിയാണ്. അപ്പൊ അവരെ തന്നെ സംരംഭമാണ്, സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന ആണ്. അപ്പം അത് കിട്ടിയപ്പോ അതൊന്ന് വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ വിശപ്പിനൊരു ഇതുണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് കുറയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടുത്തെ ഈ മോമോ കഴിക്കാറുണ്ട്. മോമോ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അവിടെ നല്ല ടേസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ആ ഭാഗത്തേക്ക് പോയി ഞങ്ങൾ അതും ഒന്ന് കഴിച്ചു. കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമം ഉണ്ടാവുന്നല്ല, വിശന്നിട്ട് പാടില്ലായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ എന്തൊക്കെയാണെങ്കിലും ഇവിടെ ഈ ഒരു കനാലിന്റെ സൈഡിൽ അവിടെ ഇരുന്ന് കഴിക്കുന്ന രസമാണ്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോ കുറച്ച് വെയിലുണ്ടായിരുന്നു. അതായത് ഒരു 3 മണിയൊക്കെ ആയിരുന്നു ഞങ്ങൾ ചെന്നപ്പോ. ആ സമയം ഞങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നില്ല. എപ്പോഴും നമ്മൾ പറയാം മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്. ആ 2 ടൈമാണ് ആക്ച്വലി അവിടെ നല്ല സമയം. നല്ല രസം കേട്ടോ. അവിടെ ഫുള്ള് ആളുകൾ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇരിക്കാനൊന്നും സ്ഥലമൊന്നും കിട്ടിയില്ല, ഞങ്ങൾ അങ്ങനെ നിൽക്കുമായിരുന്നു. അതിനുശേഷം പിന്നെ എന്താണെന്നറിയില്ല, അവിടെ കുറച്ച് ഷോപ്സ് ഒക്കെ അന്ന് ക്ലോസ്ഡ് ആയിരുന്നു ചിലപ്പോൾ, എന്താണെന്നറിയില്ല.
പിന്നെ നമ്മളെന്താ മൊയ്ത്തോ വാങ്ങിയല്ലേ, അത് പൈനാപ്പിൾ ഫ്ലേവേർഡ് ആയിരുന്നു. അതെ. അപ്പൊ അത് കൂടാതെ ഒരു സോഡ ലൈമും കൂടി ഞാൻ വാങ്ങിയായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. എന്താണെന്നറിയില്ല, ആ ഒരു എന്താ പറയാ ഒരു വെതറിനും ഒക്കെ പറ്റിയ ഒരു രീതിക്ക് ആ ഒരു സമയമൊക്കെ കൊണ്ട് നമുക്ക് അത് ഭയങ്കര ഇഷ്ടമായി. കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ വിശപ്പൊക്കെ ഒന്ന് എന്താ പറയാ ഒന്ന് ശമിച്ച ഒന്ന് സമാധാനമായത്. അതും കൂടി കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് പോരാനുള്ള ഇതാണ്. അപ്പം പോരുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഹൈവേയുടെ പണി നടക്കുന്നതിന്റെ ഓവർ ബ്രിഡ്ജ് ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ പേര് എല്ലാ സ്പോട്ടിലും ബ്ലോക്കാണ്. അപ്പൊ ഇങ്ങോട്ട് വരാനും കുറച്ച് അധികം സമയം എടുത്തു. ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയിട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, നല്ല ക്ഷീണം വന്നു, ഞാൻ ഉറങ്ങിയും പോയി. പിന്നെ ഞാൻ ഏകദേശം ഒരു നമ്മുടെ അങ്കമാലിയൊക്കെ എത്തുമ്പോഴത്തേക്ക് ഉണർന്നിട്ടുള്ളൂ. അതെ. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോന്നു കഴിഞ്ഞാൽ ഏറ്റവും മിസ് ചെയ്യണത് പോപ്പിയാണ്. അപ്പൊ അവിടെ നിന്ന് വരുമ്പോ തന്നെ നമുക്ക് കാണാം പോപ്പിയുടെ എന്തൊക്കെയാണ് പരിപാടികൾ. നോക്കിക്കോ, നല്ല എക്സൈറ്റ്മെന്റിലാണ് ആള്. വരുമ്പോ ഭയങ്കര, അതിപ്പോ ഞങ്ങളിപ്പോ ഒരു 5 മിനിറ്റ് പുറത്തു പോയാൽ അല്ലെങ്കിൽ 5 മിനിറ്റ് ഒന്ന് വാഷ്റൂമിൽ പോയി വന്നാലും കൂടി ആൾക്കുള്ള എക്സൈറ്റ്മെന്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ആയല്ലോ ഞങ്ങളെ കാണാഞ്ഞിട്ട്. അപ്പൊ ആള് വളരെ എക്സൈറ്റഡ് ആണ്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം ഒന്ന് എടുത്ത് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നു കഴിഞ്ഞാലാണ് ആളൊന്ന് നോർമൽ ആവുക. ഇത് ഞങ്ങളെപ്പോഴും ലുക്കിംഗ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഭയങ്കര രസമാണ്. ഞാൻ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് സുന്ദരിക്കുട്ടിയായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, അവളെല്ലാം കൂടി കളിച്ച് അങ്ങനെയൊക്കെ ആക്കി കണ്ണിലൊക്കെ ആളുടെ കണ്ണ് കാണാൻ പാകത്തിനല്ല. ഏതായാലും ഇന്നത്തെ ഈ ചെറിയ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക. താങ്ക് യു. ബൈ.